ഒരു പ്രത്യേകത തോന്നി നമുക്ക്. മമ്മൂട്ടിയല്ലേ, മമ്മൂട്ടി ഒരു വെറൈറ്റി സാധനം ചെയ്യാം. മമ്മൂട്ടിക്ക് ഈ താരാദാസിൻ്റെ റോളും ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ റോളും കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആലോചിച്ചപ്പോൾ കൊള്ളാമെന്ന് തോന്നി. കാരണം ആ രണ്ട് കലക്കൻ റോളുകൾ, എല്ലാ സിനിമയും വിജയിച്ചുള്ളതാണത്. മമ്മൂട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നമ്മൾ പറഞ്ഞ ചില സാധനങ്ങൾ കടിച്ച് പറിക്കാൻ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കിട്ടിയതാണത്. അപ്പോൾ ഈ രണ്ട് റോളുകളും ആകുമ്പോൾ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ വെറൈറ്റിയാണ്, അതൊരു പരീക്ഷണമാണ്. തനിക്കിത് ചെയ്യാൻ പറ്റുമോളോ എന്ന് ചോദിക്കുന്ന പോലെ വെല്ലുവിളിയായിട്ട് കൊടുക്കുകയാണത്. ആദ്യമൊക്കെ കൊള്ളാം, നല്ല റോളാണത്. പക്ഷേ അതിൻ്റെ ഗൗരവത്തിലേക്ക് നടന്നപ്പോൾ മമ്മൂട്ടി ആകെ വല്ലാതായി. വേറൊന്നുമല്ല, അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. രണ്ടും പവർഫുൾ കഥാപാത്രങ്ങളാണെന്ന് ആലോചിക്കണം. ഈ രണ്ട് കഥാപാത്രങ്ങൾ വന്ന സിനിമകളിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതിൽ തന്നെ ആവനാഴി ഇൻസ്പെക്ടർ ബൽറാം കണ്ട് കൈയടിച്ചവരാണെന്ന് ആലോചിക്കണം. അങ്ങനെ മമ്മൂട്ടിയെ തോളിലേറ്റി നടന്ന പ്രേക്ഷകരുള്ളപ്പോൾ ഇൻസ്പെക്ടർ ബൽറാമിനെ മോശമാക്കാൻ കഴിയും? അത് ചൂടൻ കഥാപാത്രമാണ് SI. പക്ഷെ ഇവിടെ ഇവരുണ്ടാക്കിയ കഥാപാത്രം എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ ബൽറാം വേഴ്സസ് താരാദാസിൽ മമ്മൂട്ടിക്ക് ബൽറാമിന് പ്രൊമോഷൻ DYSP ആയിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പക്വത വന്ന ഒരു പോലീസ് ഓഫീസർ. അപ്പം അതിൻ്റെ പക്വത കാണിക്കുമ്പോൾ എതിരാളിയായി വരുന്നത് താരാദാസാണ്. അപ്പോൾ കൂടുതൽ ചൂടനാവാനും പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ മിതത്വം പാലിക്കുകയും വേണം.